ഇതൊരു വളരെ റെയറായിട്ടുള്ള ഒരു വിധിയാണ്. കാരണം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പല സ്റ്റേജസിലും പ്രതിയുടെ വാദത്തിന് സഹായകരമാകുന്ന തെളിവുകൾ കണ്ടുപിടിക്കാനുള്ള ഓട്ടപാത്രമായിരുന്നു. പ്രതിക്ക് സഹായകമായ കാര്യങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്നുള്ളതിനെ കുറിച്ച് പരിശോധനയാണ് പോലീസ് നടത്തിക്കൊണ്ടിരുന്നത്. ക്രൈം രജിസ്റ്റർ ചെയ്തതിന് ശേഷവും അറസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പ്രതി അതിനകത്ത് കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്താനുള്ള വഴികൾ തേടുകയായിരുന്നു പോലീസ്. സാധാരണഗതിയിൽ പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്താണ് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയുമല്ല അവിടെ ചെയ്തിരിക്കുന്നത്. വ്യക്തമായി ഈ വിധിയിൽ, ഇത് മുസ്ലിം ലീഗിൻ്റെ ആരോപണമോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ആരോപണമൊന്നുമല്ല, വിധിയിൽ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ പ്രോസിക്യൂഷൻ കേസ് നടത്തുമ്പോൾ പ്രതിക്ക് വാദിക്കാനുള്ള, പ്രതിയുടെ ഭാഗം തെളിയിക്കാനുള്ള രേഖകൾ തേടി പ്രതി വേറെ എവിടെയും പോയിട്ട് വന്നിട്ടില്ല. പോലീസിൻ്റെ റെക്കോർഡിൽ തന്നെ അത് അവൈലബിൾ ആണ്. പ്രതിക്ക് പോലും എത്തിച്ചെടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പോലീസ് എത്തിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നടന്ന ഒരു കേസിൽ പ്രോസിക്യൂഷൻ നടത്തുമ്പോൾ കോടതി കണ്ടെത്തുകയാണ് ഓരോ പോയിന്റും സുപ്രീം കോടതി വിധികളുടെയും മറ്റു വിധികളുടെയും അടിസ്ഥാനത്തിൽ മാത്രമായി ഒരു വിധി പാസാക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് മുൻമന്ത്രി കെ ശൈലജ പറയുന്നത്, ഇത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കുള്ളൊരു എൻഡോഴ്സ്മെൻ്റ് ആണ്. ഇത് ഗവൺമെൻറ് അതിശക്തമായ നടപടി സ്വീകരിച്ചു, മറ്റാരൊക്കെ എന്തൊക്കെയോ ചെയ്തു എന്നിട്ട് ലീഗിനെതിരെയും ആക്ഷേപമാണ്. നിങ്ങൾക്കറിയാമോ, ഈ ലീഗ് ആദ്യ സ്റ്റേജിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ എല്ലാ അപാകതകളും രേഖകളും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഹൈക്കോടതിയിൽ കേസ് നടത്തിയ ഒരാളാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ഞങ്ങളൊക്കെ അന്ന് അഭിഭാഷക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളതാണ് ഞാൻ. ഈ ഇരകളെയും ഇവരുടെ കുടുംബങ്ങളെയും എല്ലാം കൂട്ടിപ്പിടിച്ച് അവരുടെ കരച്ചിൽ കെട്ടിട്ട് ഇതിനൊരു നീതി ലഭിക്കണമെന്ന് നിർത്തി കോടതി കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാം അവിടെ കൊടുത്തപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മാത്രമായി ഞങ്ങൾ അന്വേഷണത്തിന് വേറൊരു ഏജൻസി അപ്പോയിന്റ് ചെയ്തു എന്ന് പറഞ്ഞ് തടിയുരുകയായിരുന്നു ചെയ്തത്. ആ റിപ്പറ്റീഷനിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ആ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. ഇതിന് ശേഷം കൗൺസിലർമാർ എന്തിനാ വെച്ചിരിക്കുന്നത്? സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് കൗൺസിലർമാരുടെ ജോലി എന്താ? ജോലി വിക്ടിമിനെ ഭീഷണിപ്പെടുത്തുക, വിക്ടിമിനോട് അശ്ലീലം പറയുക, അസഭ്യം പറയുക. അതിനെക്കുറിച്ചൊക്കെ പാരഗ്രാഫ് 112 വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഒരു കൗൺസിലർ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു എന്ന്. അങ്ങനെ ചെയ്തതിനെതിരെ വിക്ടിമിൻ്റെ മാതാവ് പരാതി കൊടുക്കുന്നു. ഈ ടീച്ചറമ്മ സോഷ്യൽ ജസ്റ്റിസ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് പരാതി കൊടുക്കുന്നു. ആ പരാതിയിൽ ഒരു നടപടി, അതായത് ഈ കൗൺസിലർമാർ ആ പദവിയിലിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല എന്നാണ് ഈ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അവർക്കെതിരെ ഒരു നടപടിയും ആ ടീച്ചറമ്മ എടുത്തില്ല എന്ന് മാത്രമല്ല, പുതിയതായി വന്ന ഈ കപ്പൽ മുങ്ങില്ല എന്ന് പറഞ്ഞില്ലേ, ആ മന്ത്രിക്കും തൊടാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഈ ദിനം വരെ ആ കൗൺസിലർമാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സാധിച്ചു. അവരെന്താ ചെയ്തത്? ഒരു വിക്ടിമിനെ 10 വയസ്സുള്ള കുട്ടിയോട് ചെയ്ത അതിക്രൂരത കൗൺസിലർമാർ ചെയ്തിട്ട് അവർക്കെതിരെ ഇന്നും നടപടിയില്ല. അതായത് പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ വരുത്തി ചോദ്യം ചെയ്ത് ഒരേ ഒരു തവണ. ഈ വിക്ടിമെ എത്ര തവണ എവിടെയെല്ലാം ഈ കൊണ്ടുപോയെന്നറിയാമോ? ഈ 10 വയസ്സുകാരി കുട്ടിയെ. എന്നിട്ട് ആ കുട്ടിയെ എന്താക്കി മാറ്റി? മാനസിക നില തെറ്റി കുട്ടിയായിട്ട് മാറ്റി. എന്നിട്ട് ഈ തെളിവുകളൊക്കെ അദ്ദേഹം, ഈ പത്മരാജൻ അവിടെ ഇല്ലായിരുന്നു എന്ന് കാണിക്കാനായ രേഖകൾ കളക്ട് ചെയ്യായിരുന്നു, ഇലക്ട്രോണിക് എവിഡൻസ് തപ്പിപ്പോവുകയായിരുന്നു ഇവർ. എന്നിട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കറിയാം, ഒന്നുകൂടെ പറയാം, ഈ പ്രോസിക്യൂഷൻ നടത്തുമ്പോൾ ഞങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ അഭിഭാഷക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഫ്, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജനൈസ്, സംസ്ഥാന സെക്രട്ടറി ബഷീർ, അഡ്വക്കേറ്റ് മുനാസ് തുടങ്ങിയ ഒരു ടീം ഓഫ് ലോയേഴ്സ് ഇതിനെ സൂപ്പർവൈസ് ചെയ്ത് ഈ പറഞ്ഞ കുട്ടിയുടെ മാതാവിന് വേണ്ടിയിട്ട്, വിക്ടിമിന് വേണ്ടിയിട്ട് കോടതിയിൽ അപ്പിയർ ചെയ്ത് കേസ് നടത്തിയതാണ്. ഹൈക്കോടതിയിൽ വന്നപ്പോഴും ഞങ്ങൾ ആ കേസ് നടത്തിയതാണ്. ലീഗലിയാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്തത്. കാരണം ഞങ്ങൾ ഫൈറ്റ് ചെയ്തത് ഈ പ്രോസിക്യൂഷനെതിരെയും പത്മരാജനെതിരെയുമാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്തത്. അവർക്ക് ജാമ്യം കൊടുത്തപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്തത് ഞങ്ങളാണ്. ഇപ്പോൾ ആരാ കുറ്റക്കാരാ? ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി അന്ന് നടന്ന ശൈലജ ടീച്ചർ ഉളുപ്പില്ലാതെയാണ് വർത്തമാനം പറയുന്നത്. നിങ്ങളിത് വായിച്ചു നോക്കിയോ ജഡ്ജ്മെന്റ്? മുൻ മന്ത്രി ശൈലജ ടീച്ചർ ഈ ജഡ്ജ്മെന്റ് ഓർഡർ വായിച്ചിട്ടുണ്ടോ?